ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നത് ഒരു സാമ്പാറും അതുപോലെ തന്നെ സോഫ്റ്റ് ഇഡ്ഡലിയുമാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. ഫസ്റ്റ് വേണ്ടത് അരിയും ഉഴുന്നും കുതിർക്കയാണ്. 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. അതുപോലെ തന്നെ സെയിം കപ്പിൽ 1 കപ്പ് ഉഴുന്നുപരിപ്പുമാണ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഒരിത്തിരി ഉലുവയാണ്. അതിൻ്റെ കൂടി തന്നെ കുതിർക്കാൻ വെക്കേണ്ടതാണ്. നമുക്കിത് അരച്ചിട്ട് വരാം. സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടും അരക്കേണ്ടത്. ഞാനിവിടെ പച്ചരി ആദ്യം അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. പിന്നെ വേണ്ടത് ഉഴുന്ന് അരക്കുക വേണ്ടത്. അതുകൂടി അരച്ച് അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ചോറും കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ചത്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നും 1 കപ്പ് ചോറുമാണ് വേണ്ടത്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരക്കുകയും വേണം. അരച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അതിന് ആവശ്യമായ ഉപ്പും അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. കൈകൊണ്ടാണ് നല്ല പോലെ മിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ സോഫ്റ്റിംഗ് ടിപ്സിൽ ഒരു ടിപ്പാണത്. നല്ല പോലെ തന്നെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം പുളിച്ച് വരികയും അതോടൊപ്പം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി രാവിലെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ രാവിലെയാണ്. മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പ് എന്താണെന്നോ, നമ്മൾ അടുപ്പത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടാക്കിയാൽ രാത്രി മാവ് അരച്ച് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ചൂടുണ്ടാവും. രാത്രി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് കുറയുകയും ചെയ്യില്ല. നമ്മുടെ അടുപ്പിന് പുകയടുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റീലില്ലേ, ഇവിടെ മാവ് അരച്ചത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മാവ് പൊന്തി വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കുക. വെള്ളം ചൂടാക്കിയ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ പാത്രം അങ്ങനെ ഇറക്കി വെച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് പൊന്തി വരുന്നതാണ്. ഞാനിതാ ഇഡ്ഡലിത്തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മാവിൽ വെള്ളം വേണ്ടി വരില്ല. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് അഥവാ കട്ടിയായിട്ട് ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് അളവ് തന്നെയാണ്. ഇത് വേണ്ടി വരില്ല വെള്ളം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അതുപോലെ കുറക്കണമെങ്കിൽ കുറക്കാം. ഇതിലും കൂട്ടണ്ട കേട്ടോ. കൂട്ടിയാൽ നമുക്ക് പരിപ്പും പിന്നെ അതുപോലെ എല്ലാം എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തത്. കുട്ടികളൊക്കെ സാമ്പാറിനാണ് വെജിറ്റബിൾസ് അധികം കഴിക്കൽ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ആവശ്യം തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പ്. ഇത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ പച്ചക്കായയും ബീട്രൂട്ടൊക്കെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീട്രൂട്ട് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, കറിയുടെ കളറ് മാറും. അതുപോലെ ഒരു പൊട്ടറ്റോ, ബാക്കിയൊക്കെ കുറച്ചായിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കണം. കുക്കറിലിട്ട് പിന്നെ അതിന് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ പരിപ്പ് വേവാനായിട്ട് വെക്കണം. നല്ല പോലെ എന്ന് പറഞ്ഞാൽ കുഴമ്പ് രൂപത്തിൽ ആവണം. അതാണ് നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പരിപ്പാണ് നമ്മൾ ഇട്ടതെന്ന് കാണാൻ പാടില്ല. ഏത് പരിപ്പാണ് നമ്മൾ ഇട്ടതെന്ന് കാണാൻ പാടില്ല. നല്ല കുഴമ്പായിട്ട് കിട്ടണം. അത് നമ്മുടെ കറി എത്ര നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ലൂസാക്കിയാലും കറി നല്ല കുറുക്കി തന്നെ കിട്ടാനുള്ള ഒരു മെയിൻ ഐഡിയ ആണ് അത്. പരിപ്പ് നല്ല പോലെ വെന്തെടുക്കൽ. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് പരിപ്പ് പിന്നെ കുറച്ച് വിസിൽ വരുന്നത് വരെ തന്നെ വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വിസിൽ വന്ന് നോക്കി കറക്റ്റ് പാകത്തിന് എടുക്കും. വെജിറ്റബിൾസ് തന്നെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. അതുപോലെ വെന്തുടയാൻ പാടില്ല. പിന്നെ ഞാനിതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുകയാണ്. വെജിറ്റബിൾസ് ഞാൻ കൂടുതൽ എടുക്കാൻ കാരണം പിന്നെ
സാമ്പാറിലിട്ടാലാണ് കുട്ടികളൊക്കെ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പീസ് കുറക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കോവക്കയും കട്ട് ചെയ്തു. കോവക്ക ചെയ്ത വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തത്. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത് ആദ്യമായിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് പിന്നെ കോവക്ക ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ്. ബീട്രൂട്ട് ഞാൻ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ക്യാരറ്റും വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തു. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഏകദേശം നല്ല വേവായി കഴിഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുരിങ്ങയും വെണ്ടയും ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ വേവാൻ വേണ്ടി എടുക്കുന്ന വിസിലല്ലേ, അതിലില്ല, ഫൈനൽ വിസിൽ വരുന്നതിന് മുന്നെയാണ് ഈ വെണ്ടയ്ക്കയും മുരിങ്ങയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് ആ ലാസ്റ്റ് വിസിൽ വന്നാൽ നമുക്ക് റെഡിയാക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. ആ 2 വെജിറ്റബിൾസിനും വേവ് കുറവുള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഞാൻ മുഴുവനോടെയാണ് ഇടുന്നത്. തൊലി കളഞ്ഞിട്ട് ചതക്കുന്നൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടി കുക്കറിലേക്ക് ഇടാം. തക്കാളിയുടെ എണ്ണം കൂട്ടിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. അഥവാ നിങ്ങൾ ഇതിലേക്ക് പുളി ആഡ് ചെയ്യാണ്ട് നിങ്ങൾ പുളിവെള്ളം ആഡ് ചെയ്യുന്നില്ലെങ്കിൽ തക്കാളി കുറച്ച് കൂട്ടിയിടാവുന്നതാണ്. സാമ്പാറിൽ പുളി ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ്. ഈ സാമ്പാർ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. പരിപ്പ് നല്ലോണം വേവിക്കുന്നതല്ലേ, പരിപ്പ് കാണേയില്ല നമ്മുടെ ഈ സാമ്പാറിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത്. പിന്നെ ഞാനിതാ വെണ്ടയ്ക്കയും മുരിങ്ങയും സെപ്പറേറ്റ് മാറ്റി വെച്ചു. അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ പരിപ്പ് വെന്തോ നോക്കിയിട്ട് അതിലേക്കിടാം. പരിപ്പ് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പിന്നെ കിട്ടണം. ഇതിൽ കൂടുതലായാലൊന്നും കുഴപ്പമില്ല, അടിയിൽ പിടിക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതാ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പരിപ്പ് വെന്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അതിലേക്ക്. അത് നമ്മുടെ മുരിങ്ങയും വെണ്ടയും ഒഴികെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണേ. ചൂടുവെള്ളം ആഡ് ചെയ്യണം, പച്ചവെള്ളം ഒഴിക്കണ്ട, ചൂടുവെള്ളം ആഡ് ചെയ്യുക. ഞാൻ 1.5 കപ്പ് വെള്ളം കറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വിസിലെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് മുരിങ്ങയും വെണ്ടയുമാണ്. അതിട്ടിട്ട് ഒന്ന് ടോപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ തിളപ്പിച്ചാലും മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ ടോപ്പ് എന്തായാലും ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വേവിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മുടെ എല്ലാ വെജിറ്റബിൾസും വെന്ത് സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതും കൂടി നിങ്ങൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ തിളപ്പിക്കേണ്ട, നമുക്ക് പിന്നെ തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഐറ്റംസും കൂടി ഇനി നമുക്ക് സാമ്പാറിൽ ഇട്ട് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ സാമ്പാർ പെർഫെക്റ്റായി കിട്ടുന്നത്, എക്സ്ട്രാ പെർഫെക്റ്റായി കിട്ടുന്നത്. ഒന്ന്, പരിപ്പ് നല്ല പോലെ വെന്ത് കിട്ടുന്നത്. പിന്നെ ഇനി താളിക്കൽ പരിപാടിയാണ്. താളിക്കുന്നതിലൂടെയാണ് ടേസ്റ്റിന് കൂടുന്നത്. അപ്പോൾ ഞാനിവിടെ താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഞാൻ ഇടുന്നത്. ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അത് കളർ ചേഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ ഒരു 5 വറ്റൽ മുളക് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. 5ഓ 4ഓ അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ്. അതൊരു സ്മെല്ലിന് വേണ്ടി ഇടുന്നതാണ്. അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഉള്ളി കരിഞ്ഞു പോകരുത്. എനിക്കിതാ ഉള്ളി കളർ ചേഞ്ചായി കിട്ടി. അതുപോലെ വറ്റൽമുളകും കുറച്ച് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടതാണ്. പിന്നെ ഇനി നമുക്ക് ഇടേണ്ടത് ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്.
ഞാനിതാ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നല്ല പോലെ കുറക്കണേ. ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ തന്നെ വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റെങ്കിലും പിന്നെ അതിൻ്റെ പച്ചമണം മാറാനായി നിങ്ങൾ വഴറ്റി കൊടുക്കണം. അത് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് കരിഞ്ഞ് പോകാനേ പാടില്ല. ഇതുപോലത്തെ നമ്മൾ പൗഡറൊക്കെ ഇടുമ്പോൾ ഫ്ലെയിം കൂടിപ്പോയാൽ പിന്നെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അങ്ങനെ തന്നെ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് സാമ്പാർ തിളപ്പിച്ച് കൊടുക്കണം. നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ സാമ്പാർ പൊടിയൊക്കെ ഒന്ന് കറിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ കാച്ചി ഒഴിച്ച പാത്രത്തിലേക്ക് കൂടി സാമ്പാർ പൊടി അതിലേക്ക് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കാണുന്നില്ല, എനിക്ക് സോഫ്റ്റ് ഇഡ്ഡലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയാണെന്ന് തോന്നുന്നുണ്ടോ എല്ലാവർക്കും? സ്പെഷ്യൽ സാമ്പാർ റെസിപ്പി തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇത് സൂപ്പർ സാമ്പാറാണെന്ന്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.